നമുക്കൊരു കവായി കീ ചെയിൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കവായി സ്റ്റിക്കേഴ്സാണ്. കവായി സ്റ്റിക്കേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ചാലും ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതെടുത്ത് ഞാൻ ഒരു OHP ഷീറ്റിലാണ് ഒട്ടിക്കുന്നത്. OHP ഷീറ്റ് ഇല്ലെങ്കിൽ ഇതിന് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്നും പറയും. അല്ലാതെ ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്നാക്സ് വാങ്ങുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന എന്തെങ്കിലും ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും എടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കർ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ഷീറ്റിലല്ലേ ഒട്ടിച്ച് വരുന്നത്, അപ്പം ആ ഒരു ഷീറ്റായാലും മതി. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ 3ഉം കട്ട് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൽ കവായി സ്റ്റിക്കർ ഇല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ ചെന്നിട്ട് കവായി സ്റ്റിക്കർ എന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പ്രിൻ്റബിൾ ഷീറ്റ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സ് വരും. അപ്പോൾ അത് പേപ്പർ കോപ്പി എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ആപ്പ് ഇട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ട്രേസ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. അങ്ങനെ കുറേ ആപ്പുകളുണ്ട്, അങ്ങനെ വെച്ച് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇനി നമുക്കിതിൽ ഹോൾസ് വേണം. ഞാൻ ഇവിടെ ഈ ഒരു ടൂൾ വെച്ചാണ് ഹോൾസ് ഇടുന്നത്. അങ്ങനെ ഹോൾ ഇട്ടിട്ട് ഈ ഒരു സാധനം കടയിൽ കിട്ടുന്നതാണ്. ഒരു 50, അതായത് ഒരു 50 പൈസ ആവത്തുള്ളൂ. അങ്ങനെ റേറ്റേ വരുത്തുള്ളൂ. ഈ ഒരു കീ ചെയിൻ്റെ ഇതിന് 5 രൂപ 7 രൂപ ആ ഒരു റേഞ്ചേ വരുത്തുള്ളൂ. അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും കീ ചെയിനായാലും മതി. എന്നിട്ട് ഇത് ഇങ്ങനെ കൊളുത്തി ചെയ്യുക. അതിനകത്ത് ചേർത്തിട്ട് ഇതിൽ തന്നെ ഒരു ലെവൽ സ്റ്റെപ്പായിട്ട് രീതിയിൽ താഴെ മുകളിൽ അതിൻ്റെ മുകളിൽ അങ്ങനെ ചെയ്താൽ നല്ല രസമായിരിക്കും, ഭംഗിയായിരിക്കും. അങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കല്ലേ. പിന്നെ കവായി സ്റ്റിക്കർ ഇല്ലാതെ ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ ആ ഒരു കമൻറ്റിൽ ഒരു വൈറ്റ് ലവ് ഇട്ടാൽ മതി. ഞാൻ ആ ഒരു കവായി സ്റ്റിക്കർ ഇല്ലാതെ ഇങ്ങനെ ഒരു കീ ചെയിൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് മറക്കല്ലേ.